ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനെ, മോളെ അർച്ചനെ, എന്തു പറ്റി മോളെ? ഒന്നുമില്ല, പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം. അയ്യോ, അതൊന്നും വേണ്ട. അതൊന്നും പറ്റില്ല. ഇവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് വെളിയിലെങ്ങാനും വീണാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് അവരുടെ പൊയ്ക്കോളൂ. മോളെ, ഇത് കുടിച്ചോ, ക്ഷീണം മാറും. കുടിക്കു കൂട്ടി, ക്ഷീണം മാറട്ടെ. മോനെ ബീനു, ഇനിയിപ്പോ എല്ലാരും ഒന്ന് മാറിയുന്നേ. ഈ കുട്ടിക്ക് കുറച്ച് കാറ്റിട്ടെ. ഒൻപത് വയസ്സുവരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാ. വേണ്ട, ഇരുന്നുള്ളൂ. കേട്ടത് താങ്ങാൻ പറ്റിയില്ല അല്ലേ? ഞാൻ എന്താ സ്വാമി ചെയ്യണ്ടേ? ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതമാകെ മാറിമറിയും. സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് ദുരിതങ്ങളുടെ ആഴക്കയങ്ങളിലേക്ക് വന്നു വീഴും. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് സ്വാമി. പരിഹാരമില്ലാത്ത കാര്യമാണിത്. എങ്കിലും ഞാനൊരു വഴി പറയാം. അതുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ ഇനി മറ്റൊന്നും പറഞ്ഞു തരാൻ എനിക്കില്ല. വിധി നമ്മളെല്ലാം അനുസരിച്ചേ പറ്റൂ. അത് മറികടക്കാൻ മനുഷ്യർക്ക് പറ്റത്തില്ല. ഇത് കയ്യിൽ വെച്ച് ചാമുണ്ടിയെ പ്രാർത്ഥിച്ചോളൂ. മനസ്സിന് നല്ല സമാധാനം കിട്ടും. ശരി സ്വാമി.
അർച്ചന ഏട്ടത്തി എന്താ ചേട്ടത്തി? ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞല്ലോ ഏട്ടത്തെ തലകറങ്ങി വീണോന്ന്. അറിയില്ല മോളെ, പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ അവിടെ മയങ്ങി വീണുപോയി. ഇതെന്താ കയ്യിലൊരു രുദ്രാക്ഷമാല? അത് ഒരു സിദ്ധൻ തന്നതാ. ഏത് സിദ്ധൻ? ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാ. വാ ഏട്ടത്തി, നമുക്ക് പോ. മോളെ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ദേവി ചാമുണ്ടേശ്വരി, ഞാനൊരു തീരുമാനം എടുക്കാം. ഇത് എല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. ചിലപ്പോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ എന്റെ സച്ചേട്ടന്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് ഇതല്ലാതെ മറ്റൊരു മാർഗവും എന്റെ മുമ്പിലില്ല. നെല്ലിശ്ശേരി കുടുംബം ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കണം. ആ കുടുംബത്തിനും എന്റെ ഭർത്താവിനും വേണ്ടി ഞാൻ എടുക്കുന്ന ഈ തീരുമാനത്തിനൊപ്പം എന്റെ കൂടെ നിൽക്കണേ. അർച്ചന ഏട്ടത്തി, വാ പോവാം. വാ.